ഈ പറഞ്ഞ ജനലിൽ കൂടെ നോക്കുമ്പോൾ അപ്പുറത്ത് റഷ്യൻ സൈന്യം അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഇവരെല്ലാം വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് എടുക്കണ തോക്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവനെ തോക്കെടുത്തിട്ട് വെടിവെക്കണം. ഇവന് വെടിവെക്കാൻ ഇത് ഇത് വലിയുന്നില്ല പറഞ്ഞത്. കാഞ്ചി ഇങ്ങനെ വലിയുന്നില്ല. അടിക്കുമ്പോഴോ വെടിവെക്കുമ്പോഴോ കത്തിയെടുത്ത് കുത്തുമ്പോഴോ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഒന്നാണെങ്കിലും അത് ഉണ്ടാക്കുന്ന എഫക്ട്സ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് മാറും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഒരു അവസരം പോയിട്ട് ഒരു മരത്തിന്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക, ഈ ഡ്രോൺ കാണാതിരിക്കാൻ ഒളിച്ചിരിക്കുക. അപ്പൊ ഈ ഇവന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ആ സൈഡിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്ന അതായത് വേറൊരു മനുഷ്യൻ നോക്കുകയാണ്. ഇവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് രസം വരുന്നത്. ഈ വലിയ ജനറൽമാരൊന്നുമല്ല, കൊച്ചു പിള്ളേർ ഈ ഗെയിം കളിച്ച് പഠിക്കുന്ന അവരാണ് ഇതിന്റെ കേണല്. ഇനിയിപ്പോ അങ്ങനെ ഒരു യുദ്ധമൊക്കെ ഉണ്ടായാല് വാസ്തവത്തിൽ അങ്ങനെ ആരും ഈ പറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് ഒന്നും നോക്കുകയൊന്നുമില്ല. എത്ര വർഷങ്ങളായിട്ട് ഈ ദുരന്തമുഖത്തുള്ള ഈ 2004 മുതൽ പോയിട്ടുണ്ട് ആക്റ്റീവായി. പുറത്തു പോകുന്ന മുമ്പ് തന്നെ MBBS കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പുറത്തു പോകുന്ന 2004 മുതൽ ഇങ്ങനെ ഇത്രയും വർഷം പല സ്ഥലങ്ങളിലായിട്ട്. ഏതൊക്കെ രാജ്യങ്ങളിലൂടെ എത്രത്തോളം രാജ്യങ്ങളിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതുവരെ? രാജ്യങ്ങൾ ഏകദേശം 42-45 രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. ഓരോ സ്ഥലവും പിന്നെ സുഡാനില് നമ്മൾ പോയി നോക്കും. സുഡാനില് പൊച്ചാലെ വേറൊരു രാജ്യമാണ്. അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ വേറെയാണ്. അതുപോലെ തന്നെ അവിടെ ഇവിടെ അക്കോബ് എന്ന സ്ഥലത്ത് പറഞ്ഞാൽ അത് വേറെയാണ്. ഇങ്ങനെ ഓരോ സ്ഥലവും ഒക്കെ ഒരു രാജ്യത്ത് നമ്മൾ പോയെന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ അതിർവരമ്പുകളകത്ത് ഒരു യൂണിഫോമിറ്റി ഉള്ളത് പോലെ നമുക്ക് തോന്നുന്നത് കൊണ്ട് നമ്മൾ പറയുന്നതാണ് അതിർവരമ്പുകൾക്ക് നിൽക്കുന്നത്. അങ്ങനെയല്ല. നമ്മൾ ഇവിടെ നിന്ന് ഛത്തീസ്ഗറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ രാജ്യം തന്നെയത്. എല്ലാ അർത്ഥത്തിലും സാംസ്കാരികമായ എല്ലാം വ്യത്യാസമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ അങ്ങനെ ഈ രാജ്യം എന്ന് പറഞ്ഞ് നമുക്ക് നമ്പർ കൂട്ടാവുന്ന അർത്ഥമില്ല. വാസ്തവത്തിൽ ഇത് പല സ്ഥലത്തും പല പ്രാവശ്യമായിട്ടൊക്കെ നിരവധി പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2004 മുതൽ 2025 നമ്മളിരിക്കും. അപ്പോൾ യുദ്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം ചെയ്യുന്ന രീതികളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2004 നോക്കുമ്പോൾ ഡ്രോണോ അതുപോലുള്ള സാധനങ്ങളും വളരെ വ്യാപകമായിട്ടില്ല. അത് ടെക്നോളജിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അത് ഈ മനുഷ്യരുടെ ശരീരത്തിലാണ് ഈ എല്ലാ അനുഭവങ്ങളും. ശരീരമാണ് പരിശോധിക്കുന്നത്. ഈ അനുഭവങ്ങൾ മനുഷ്യരുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റും. നേരിട്ടൊരാളെ കൊന്നുകളയുന്നത് പോലെയല്ല ഡ്രോൺ വെച്ചൊരാളെ. എനിക്ക് തോന്നുന്നത് അത് വലിയ വ്യത്യാസമുള്ള കാര്യം. ഇത് ഇത്രയൊരു കാലത്തെ ഒരു അനുഭവമുണ്ട്. യുദ്ധത്തിലുണ്ടായ ഈ തന്ത്രം മനുഷ്യരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പരിക്കുകളിലും അതുപോലെ അവരെ മനസ്സിലാക്കുന്ന രീതിയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രണ്ട് സൈഡിൽ നിന്നും മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് തുടങ്ങുമ്പോൾ 2004 ഒരിക്കലും ഈ പറഞ്ഞ പ്ലാസ്റ്റർ വെച്ചുള്ള ഫ്രാക്ചേഴ്സിന് പ്ലാസ്റ്റർ മാത്രം ഉപയോഗിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മൾ പിന്നെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ടാണ് പിന്നെ എക്സ്റ്റേണൽ ഫിക്സേറ്റ് കമ്പിയൊക്കെ ഇട്ടുള്ളത്. പിന്നെ ഇന്റേണൽ ഫിക്സേഷൻ ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. അവർക്ക് ഈ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ അത് ചെയ്യൂ എന്നൊക്കെ തീരുമാനിക്കും. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു തേർഡ് വേൾഡ് കൺട്രിയിൽ പോസിബിൾ അല്ല. അപ്പോൾ അത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളത് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയല്ല, പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ അവരുടെ ഈ സൊസൈറ്റിയെ അറിയിച്ചുകൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ചെയ്യേണ്ടതാണ് പോളിസി. അല്ലാതെ നമ്മൾ ഒരു സാധനം വേണ്ടെന്ന് വെക്കുന്നതല്ല എന്നൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കേണ്ടി വരും. അപ്പോൾ എന്നാലും ഞാൻ ഒരു സൈഡിൽ ഈ ടെക്നോളജിയുടെ ചികിത്സയുടെ ടെക്നോളജി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ട് പരിക്കുകളുടെ സംഭവം ഇതുപോലെ തന്നെ അതേ സൈഡിൽ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. എന്തായാലും ഈ അത് പോകുന്ന സ്ഥലം അനുസരിച്ചും വ്യത്യാസമാണ്. ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ അവിടെ ഈ ട്രൈബൽ വേൾഡ് തമ്മിലുള്ള ഇപ്പം ട്രൈബൽ വേൾഡിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈബലായിട്ടുള്ള സ്പർദ്ധകൾ വളരെ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അവരുടെ യുദ്ധം വാസ്തവത്തിൽ തമ്മിലുള്ള അടിയൊക്കെ കമ്പും വടിയും പിന്നെ ഒരു മെറ്റലർജി ഉണ്ടെങ്കിൽ കത്തിയും ഒക്കെ എടുത്തായിരിക്കും നടത്തുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന പരിക്കുകൾ വളരെ എന്താ പറയുന്നത് അങ്ങനെ വലിയ മോശമില്ലാത്ത പരിക്കുകളാണ്. പക്ഷെ അതേ ആൾക്കാരുടെ കയ്യിൽ ഈ പറയുന്ന തോക്ക് കിട്ടുമ്പോൾ അത് വ്യത്യാസമാവും. അത് ഈ പറഞ്ഞ ഒരേ ഈ വെടിവെക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിനെ അടിക്കുമ്പോഴോ വെടിവെക്കുമ്പോഴോ കത്തിയെടുത്ത് കുത്തുമ്പോഴോ ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഒന്നാണെങ്കിലും
അത് ഉണ്ടാക്കുന്ന എഫക്ട്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് മാറും. നേരിട്ട് തന്നെയുള്ള എഫക്ട്സ് ഡിഫറെൻ്റ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു സമൂഹത്തിനകത്ത് ഈ മരണം ഉണ്ടാക്കുന്ന നമ്മൾ ഈ ക്ലാഷസ് ഉണ്ടാവുമ്പോൾ ചെറിയ ക്ലാഷസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ പറയുന്നത് തെറി വിളിച്ച് തീർക്കുന്ന ഏർപ്പാട് എനിക്ക് നല്ലതായി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള തെറിവിളിയാണ്. അതിഭയങ്കരമായിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കരമായി തെറി വിളിക്കുന്നു. അവസാനം ഇവരൊക്കെ ഞാൻ വിളിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി മുമ്പോട്ട് വീണ്ടും 2 തെറി വിളിച്ച് അവസാനിപ്പിക്കേണ്ടത് അതായത് തെറി വിളിച്ച് അവസാനിപ്പിക്കേണ്ടത്. പക്ഷേ നമ്മൾ കുറച്ച് നോർത്തിലോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല. ആ വിളിക്കണ തെറി കുറവായതുകൊണ്ട് പിന്നെ അടിയാണ്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അടിയാണ്. അപ്പോൾ അത് വയലൻസ് ആവുമ്പോൾ പിന്നെ ഈ വയലൻസിനകത്ത് ഈ പറഞ്ഞ കൈകാല് പോവുക, ജീവൻ പോവുക, ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ആ ക്രിട്ടിക്കൽ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കുടിപ്പകകളോ അവനെ തിരിച്ച് ഇതുപോലെ ചെയ്യണം, ഇതുപോലെ അവൻ്റെ അച്ഛനെ കൊല്ലണം, ഇല്ലെങ്കിൽ അവൻ ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊല്ലണം. അപ്പോൾ ഇത് തീരുമാനിക്കുന്നവൻ്റെ മകനാണ്. മരിച്ചു പോയതിൻ്റെ മകൻ തീരുമാനിക്കുകയോ അവനെ കൊണ്ട് തീരുമാനിപ്പിക്കുകയോ ചെയ്യും. ഇത് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ അവനും ഉണ്ടല്ലോ, അവിടെയുണ്ടല്ലോ മകനും മകളും ഒക്കെ, അവർ പിന്നെ അടുത്തത് ഇങ്ങോട്ട് വിടും. ഇതിനകത്ത് നടക്കുന്ന വേറെ പിന്നെ ഒരു കൂട്ടം ആൾക്കാർ പോകുമ്പോൾ പിന്നെ അത് വലിയ ലഹളയായിട്ടൊക്കെ മാറും. അപ്പോൾ ആയുധങ്ങൾ ഒരു സമൂഹത്തിനകത്ത് ട്രൈബൽ വേൾഡിനകത്തുണ്ടാവുന്ന സാധാരണ സ്പർദ്ധകളും അടിയും ഈ സംഭവമൊക്കെ അവരുടെ ട്രൈബൽ ആയുധങ്ങളാകുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് അവർക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഈ ആയുധങ്ങൾ മാറുമ്പോൾ ഇങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത നിലവാരത്തിലേക്ക് വരികയും അതിന് വേറെ മാനങ്ങൾ ഉണ്ടാവുകയും അത് പിന്നെ ഈ പറയുന്ന വലിയ ഇന്റേണൽ ക്ലാഷസിലേക്ക് എത്തുകയും ചെയ്യും. അത് ഒരു സൈഡിലാണ്. അപ്പോൾ ഡ്രോണുകൾ ഇപ്പോൾ ഡ്രോണ് നമ്മളങ്ങനെ യുക്രൈനിൽ പോകുമ്പോൾ നമ്മൾ ഡ്രോൺ അറ്റാക്സ് ഞാനും തുടങ്ങുമ്പോൾ അങ്ങനെ അത്രയൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഈ ഡ്രോൺ അറ്റാക്സ് ഭയങ്കര റാമ്പൻ്റ് ആയിട്ട് വരുന്നത്. എനിക്കത് പറയാൻ പറ്റുന്ന ഡ്രോണിൻ്റെ അവസ്ഥയെക്കുറിച്ച് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് ഇതുപോലെ കക്ഷി അവസാനമായപ്പോൾ ആളില്ലാണ്ടായപ്പോൾ ഈ പറഞ്ഞ മെഡിക്കൽ മേഖലയിലുള്ള ഡോക്ടർമാരെ നേഴ്സുമാരെയൊക്കെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയവർ. അപ്പോൾ ഇവർക്ക് തോക്കൊന്നും പിടിക്കാനൊന്നും അറിയില്ല. അവർ ഈ പറഞ്ഞ ചികിത്സിച്ച് പരിചയമുള്ള ആൾക്കാരാണല്ലോ, അവർക്ക് തോക്കിട്ട് വെടിവെക്കാനൊന്നും അറിയാത്തതുകൊണ്ട് അവർ ഇതിനകത്ത് പോയി. അപ്പോൾ ആദ്യം ഇവരൊക്കെ ചികിത്സിക്കാനായിരുന്നു ഒക്കെ തീരുമാനിച്ചു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, നീ ഇത് അവർ കൂടെ ഇതിൽ അങ്ങോട്ട് പോയിട്ട് വരാൻ പറഞ്ഞു, ഒരു ടീമിൻ്റെ കൂടെ. ഈ ടീമിൻ്റെ കൂടെ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നില്ല. എന്നിട്ട് ഇവര് പോയി അയാൾ പറയുന്ന പറച്ചിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് 3-4 ദിവസമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു കെട്ടിടത്തിനകത്തായിട്ട് അവിടെ കിടന്നുറങ്ങുമ്പോഴേക്കും ഒച്ച കെട്ടി ഇഴിച്ചു നോക്കുമ്പോൾ ഇവരെല്ലാം ഒഴിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ ജനാലിൻ്റെ കൂടെ നോക്കുമ്പോൾ അപ്പുറത്ത് റഷ്യൻ സൈന്യം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് എടുക്കണം, തോക്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനെ തോക്കെടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വെടിവെക്കണം. വെടിവെക്കാൻ ഇത് വലിയുന്നില്ല പറഞ്ഞത്. കാഞ്ചി അങ്ങനെ വലിയുന്നില്ല. ഇങ്ങനെ ബലം പിടിച്ച് എത്രയും ബലം പിടിച്ചിട്ട് കാഞ്ചി അങ്ങ് വലിയുന്നില്ല. അവനെ അവസാനം വിയർത്ത് തുറന്ന് അവിടെ ഇരിക്കുക. അപ്പോൾ അവനെ തട്ടി മാറ്റിയിട്ട് അയാൾ കയറിയിട്ട് വെടിവെക്കുന്നു. അപ്പോൾ ഇവരെല്ലാം ഇറങ്ങുമ്പോൾ വെടിവെച്ച് കഴിഞ്ഞാൽ ഇവർ ടാർഗറ്റ് സ്ഥലം മനസ്സിലായി. അപ്പോൾ ഇവർ ഡ്രോണുകൾ വരാൻ തുടങ്ങി. ഡ്രോണുകൾ മുഴുവൻ ചുറ്റും. അപ്പോൾ ഇവരെല്ലാം ഇറങ്ങി ഓടാൻ തുടങ്ങി. അപ്പോൾ ഇവൻ പറയുന്നത് ഡ്രോൺ ഇങ്ങനെ പിറകെ കൂടുക, ഒരു മനുഷ്യൻ്റെ കൂടുക. കൂടിയിട്ട് അങ്ങനെ വളരെ ഡ്രോണിനെ അങ്ങനെ പെട്ടെന്ന് കൊല്ലണമൊന്നുമില്ല. അവൻ പറയുക കൂടുക എന്നിങ്ങനെ നോക്കുന്നു. അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു അവസരം പോയിട്ട് ഒരു മരത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക, ഈ ഡ്രോൺ കാണാതിരിക്കാൻ ഒളിച്ചിരിക്കുക. അപ്പോൾ ഇവന് കമ്പ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ആ സൈഡിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്ന നീ അവിടെ നിൽക്കുന്നുണ്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കുന്ന പറയുന്നത്. അതായത് വേറൊരു മനുഷ്യൻ നോക്കുകയാണ്. ഈ ഡ്രോണ് ഓപ്പറേറ്റ് ചെയ്യുന്നവനെ അവിടെ നിന്ന് നോക്കുകയാണ് ഇവനെ. ശരിക്കും ഒരു മനുഷ്യൻ നോക്കുന്ന തന്നെയാണ്. ജെസിയാണ് അവനെ പിറകെ നോക്കുകയാണ്. അത് ഈ പറഞ്ഞ ഇതിന്റെ അവസാനം ഇവന് ഇങ്ങനെ ഈ പറഞ്ഞ മരത്തിലൊക്കെ പോയി വേറെ ഓടി മരത്തിലൊക്കെ കയറി പോകുന്നു. ഇവന്റെ കൂട്ടുകാരൻ ഇതുപോലെ എക്സ്പോസ്ഡ് ആവുന്നു. അവനും ഡ്രോണ് ഈ ബോംബിടുന്നു. അപ്പോൾ അവനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇവനും അടുത്ത ഡ്രോണൊന്ന് ഇവനെയും ഇടുന്നു. അങ്ങനെ ഇവനെ കൈ കാലൊക്കെ പോയിട്ടാണ് അവൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോഴാണ് ഈ കഥ പറയുന്നത്. മരിക്കാത്ത കക്ഷികളെ കുറിച്ച് നമുക്ക് കഥ പറയാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഡ്രോൺ ഉണ്ടാക്കുന്ന ഡിഫറൻസ് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഡ്രോണുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പലതരം ഡ്രോണുകളാണ്. ആ ഒരു ബോർഡറിലൊക്കെ നോക്കുമ്പോൾ ഇൻഫൻട്രിയുടെ ഒരു ആവശ്യം മാസത്തിൽ ഇല്ലാണ്ടായി കഴിഞ്ഞു. ഇൻഫൻട്രി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്നത് സൂയിസൈഡൽ അറ്റംപ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരു 10 കിലോമീറ്റർ വീതിയിൽ ഇങ്ങനെ ആ ബോർഡറിൽ മുഴുവൻ ഇങ്ങനെ ഡ്രോൺസ്, പലതരം ഡ്രോൺസ്, സർവൈലൻസ് ഡ്രോൺസ്, ഫസ്റ്റ് പേഴ്സൺ ഡ്രോണ്, ഇത് ഫോട്ടോ എടുക്കുന്ന ഡ്രോണ്, ഇത് വെടിവെച്ചാൽ കഴിഞ്ഞാൽ അതിന് ഇത് ടാർഗറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന ഡ്രോണ്, പിന്നെ ഈ പറയുന്ന ഇൻഫർമേഷൻ കൊടുക്കുന്ന ഡ്രോണ്, അങ്ങനെ പലതരം ഡ്രോണുകളുടെ വ്യൂഹമാണ് ഈ ബറ്റാലിയൻ എന്ന് പറയുന്ന പോലെ. നമ്മുടെ ഇൻഫൻട്രി, ആർട്ടിലറി, ആർച്ചറി എന്ന് പറയുന്ന വലിയ, നമ്മൾ റോമൻ എംപയറിനെ അവിടുത്തെ സൈന്യത്തിലൊക്കെ വലിയ വലിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുതിരപ്പുറത്ത് കയറുന്ന കാലാൾപ്പട എന്നൊക്കെ പറയുന്ന പോലെ ഇതിലൊക്കെ ഇങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് രസം വരുന്നത്. ഈ വലിയ ജനറൽമാരൊന്നുമല്ല, കൊച്ചു പിള്ളേർ ഈ ഗെയിം കളിച്ച് പഠിക്കുന്ന അവരാണ് ഇതിന്റെ കേണല്. അവരെവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന അവരാണ്. അല്ലാതെ അവര് ഈ ഡ്രോൺ ഫ്ലീറ്റിന്റെയൊക്കെ വളരെ യങ്ങായിട്ടുള്ള കക്ഷികളാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു യുദ്ധം വരുമ്പോ ഇപ്പൊ തലയ്ക്ക് കേൾക്കുന്ന പരിക്ക് വ്യത്യാസം. മിക്കവാറും എല്ലാം തലയ്ക്ക് പരിക്കേക്കുന്നത്. അത് മോളിൽ നിന്ന് വീഴുന്നതാണ്. എല്ലാവരും മോളിൽ നിന്ന് തലയ്ക്കാണ് വരുന്നത്. ചിലർക്കും തലയ്ക്കും ജസ്റ്റിനുമാണ് പരിക്കേക്കുന്നത്. ഇറ്റ് ഹാസ് റെവല്യൂഷനൈസ്ഡ്. എനിക്ക് തോന്നുന്നു ഇനി ഈ റോബോട്ട്സും കൂടെ വരുമ്പോ ഈ വാർ മുഴുവൻ ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറും. ഈ രീതിയിലേക്ക് മാറി ഇതിന്റെ റിസോഴ്സസ് ഒരു നമ്മൾ തീരുമ്പോൾ മാത്രമാണ് പിന്നെ ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകുക. അപ്പോൾ ഇത് ഫൈനലി ഇത് എത്തുന്നത് ഇതിന്റെ ലോജിസ്റ്റിക്സിലാണ്. ഇത് എത്ര പെട്ടെന്ന് ഉണ്ടാക്കുന്നു, എത്ര ബോംബുകൾ എത്ര പെട്ടെന്ന് ഉണ്ടാക്കുന്നു, അതിനുള്ള റിസോഴ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെയാണ് ഫൈനലി ഡിസിഷൻ. എത്ര നാളൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. യുദ്ധത്തിന്റെ ഘടകത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്ന എല്ലാ ഘടകങ്ങളും ഒഴിവാക്കി കഴിഞ്ഞില്ലേ, എല്ലാ മെഷീനും ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് എന്ന് ഈ പറഞ്ഞ ഈ ഡ്രോണിനകത്ത് പോലെ നമ്മളിവര് കാണുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ പറയുന്നവർ കാണുന്നുണ്ടത്. പക്ഷെ പൈലറ്റ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അവർ കാണുന്നേ ഇല്ല. അത് സെക്കൻഡ് വേൾഡ് വാർ മുമ്പുണ്ടാകും. പൈലറ്റ്സ് അവർ ബോംബ് ചെയ്യുമ്പോൾ താഴെ നടക്കുന്നത് കാണുന്നേ ഇല്ല, മനുഷ്യരെ കാണുന്നില്ല. അപ്പൊ അവർക്ക് ഇതിനേക്കാളും കൂടുതൽ വാസ്തവത്തിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് മറ്റേ മനുഷ്യന് താഴെ കാണുന്നുണ്ട്. അപ്പൊ അവർ താഴെ വീഴുമ്പോൾ ഉണ്ടാവുന്ന ഇവനൊരു ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ഫോണിൽ കൂടെ ഈ പറഞ്ഞ ക്യാമറയിൽ കൂടെ ആണെങ്കിലും അതിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന കക്ഷികൾ വന്നിട്ട് പറയും അത് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വെടിവെക്കുന്ന ആള് പറഞ്ഞ കാഞ്ചി വലിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ വെടിവെക്കാൻ പറ്റില്ല, എല്ലാവർക്കും അടിക്കാനൊന്നും പറ്റില്ല. ഈ അടിക്കാനും വെടിവെക്കാനും പറ്റുന്നവർ ആദ്യം തന്നെ പോയി വലിക്കും. പിന്നെ ഇവരെ ഉന്തിത്തള്ളി വിടുന്നവരാണ് രണ്ടാമത് പോകുന്നത്. പിന്നെ ബാക്കി ഈ പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കക്ഷികളൊക്കെ ഒളിച്ചിരിക്കും. ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് കണ്ടുപിടിച്ച് വീണ്ടും കൊണ്ടുപോയി എടുക്കും. ഒരു പോപ്പുലേഷൻ മുഴുവൻ അങ്ങ് അസ്തമിക്കുകയാണ് അവിടെ. പോപ്പുലേഷനെ കംപ്ലീറ്റ് ഉക്രൈനൊക്കെ പോപ്പുലേഷൻ ഈ പറഞ്ഞ ഡെമോഗ്രാഫിക് ക്രൈസിസിലായിരിക്കുന്നത്. പെണ്ണുങ്ങൾ മുഴുവൻ ഒരു 10 മില്യൺ ആൾക്കാർ നേരെ അപ്പുറത്തോട്ട് യൂറോപ്പിലേക്ക് പോയി, കുട്ടികളൊക്കെ ആയിട്ടൊക്കെ പോയി. പുരുഷന്മാർ മുഴുവൻ ഫ്രണ്ട് ലൈനിൽ പോയിട്ട് അവർ കുറേ പേര് മരിക്കുന്നത്. ബാക്കിയുള്ളവർ അവിടെ ഈ പറയുന്ന ഈ കുട്ടികൾ ഉണ്ടാവുന്നേ ഇല്ല. ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇപ്പോൾ ധാരാളം യുദ്ധരംഗത്തുണ്ടല്ലോ. സർക്കാരുകളല്ലാത്ത കൂലിപ്പെട്ട ആൾക്കാരും അങ്ങനെ യുദ്ധപ്രഭുക്കന്മാർ പഴയകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ. അപ്പം ഇത് ഈ യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകൾ. അത് പക്ഷെ പണ്ട് മുതലേ ഉള്ളതാണ്. ഈ പറയുന്ന മിലീഷ്യ, നമ്മളിപ്പോൾ പേർഷ്യനിലെ ഈ പറഞ്ഞ ആ വാറിനെടുത്ത പോലെ ഉണ്ടല്ലോ, ഇറ്റാലിയിൽ നിന്നുള്ള മെർസനറീസ് എന്നാണ്. മെർസനറി ലീഡറിനെയാണ് അവർ അവസാനം ഈ ബൈസാന്തിൻ എംപയറും പേർഷ്യൻ എംപയറുമായിട്ടുള്ള മുഹമ്മദ് ഗ്രേറ്റ് ദ ടു എന്ന് പറഞ്ഞ ആളും ഈ ബൈസാന്തിൻ എംപയറും തമ്മിലുള്ള ഈ സീജില്, അതിനകത്ത് ബൈസാന്തിൻ എംപയറിന്റെ കൂടെ അവര് അപ്പോൾ നിയമിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മനുഷ്യനെയാണ്, മെർസനറി ആയിട്ടുള്ള ആളിനെ ഒരു ടീമിനെയാണ്. ഒരു പൈസ കൊടുത്തിട്ടാണ്. അവർ ഇടയ്ക്ക് പൈസ കൊടുക്കാതെ അവർ നിർത്തുന്നുണ്ട്. അല്ല, പൈസ കൊടുക്കാതെ നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ രാജാവ് എല്ലാവരെയും പല്ലുക്ക് പറിച്ച് ഗോൾഡാക്കി കോയിനാക്കി ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി അതിന് മുമ്പൊക്കെ തന്നെ ഉണ്ട്. മെർസനറീസ് എല്ലാ സ്ഥലത്തും
ഈ പറയുന്ന ഹംഗറിയിലെ ആർമി മുഴുവൻ ഈ പറയുന്ന ഈ സ്ലോവാക്യൻ നമ്മുടെ സ്ലാവ്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, സ്ലാവ്സിന്റെ മൈഗ്രേഷൻ മുഴുവൻ ഹംഗേറിയൻ ആർമിയിലേക്കുള്ള അല്ലെങ്കിൽ ഹംഗേറിയൻ എക്കണോമി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നുള്ള മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ആ ഏരിയ മുഴുവൻ ഈ സ്ലാവ്സ് കൊണ്ട് പറയുന്നത്. ഇപ്പൊ ഇവിടെ സ്ലൊവാനിയയും ഒക്കെ ഹംഗറിയും ഒക്കെ നമുക്ക് നോക്കുമ്പോൾ പകുതി സ്ലാവ് ആൾക്കാരാണ്. അവർ മുഴുവൻ വരുന്നത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മേഴ്സണറീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഈ വംശഹത്യയുടെ ഒരു പ്രത്യേകത തോന്നുന്നില്ല ഇങ്ങനെ ഈ രീതിയിലുള്ളൊരു, കാരണം ഇപ്പം പല യുദ്ധരംഗങ്ങളും ഇതുപോലെ ഇത് ചെയ്തില്ല. ഇത് പക്ഷേ വംശഹത്യയുടെ ഒരു ലോകത്തേക്ക് വരുമ്പോൾ എല്ലാ ലോജിക്കുകളും വ്യത്യസ്തമായിട്ട്. വംശഹത്യ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഈ നമുക്ക് കാണാൻ പറ്റുന്ന വംശഹത്യ നമ്മളൊരു സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന ഒരു വംശഹത്യയാണ്. വെടിവെപ്പ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വംശഹത്യയുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത് ഒരു വിഭാഗം ജനങ്ങളെ അല്ലെങ്കിൽ ഒരു ട്രൈബിനെ അല്ലെങ്കിൽ ഒരു മതത്തിലെ ആൾക്കാരെ ഒരു സ്ഥലത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുക, അവരെ മൊത്തമായിട്ട് കൊന്നൊടുക്കാനുള്ള ശ്രമം നടത്തുക, കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുക, അവരെ കാരണമില്ലാതെ ഇതുപോലെ നിഷ്കാസിതരാക്കുക, എസെൻഷ്യൽ ആയിട്ടുള്ള ഭക്ഷണം വെള്ളം ഇതൊന്നും കൊടുക്കാതിരിക്കുക, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ക്രൈറ്റീരിയയാണ് അതിനകത്തുള്ളത്. അതെല്ലാം വാസ്തവത്തിൽ ഈ പറഞ്ഞ കസക്കകത്ത് ഇപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഏറ്റവും പ്രധാന അവസ്ഥയില്ല. മുമ്പൊക്കെ നമ്മൾ ഓസ്ട്രിഷ്യയിലൊക്കെ ഞാനിപ്പോൾ ഉക്രൈനിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും പോളണ്ടിൽ കൂടെ പോകുന്നത്. പോളണ്ടിൽ ക്രക്കോവിൽ പോയിട്ടാണ് പിന്നെ അടുത്ത കാറ് പിടിച്ചുകൊണ്ട് ബോർഡറിലേക്ക് പോകുന്ന ക്രക്കോവിൽ ഒരു ഭയങ്കര സ്ഥലമാണ്. ഷിൻലേഴ്സ് ലിസ്റ്റിലൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. ക്രക്കോവ് എന്നാണ് വളരെ അടുത്താണ് ഓസ്ട്രിഷ്യയിൽ ഞാനിപ്പോഴും മിക്കവാറൊക്കെ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു പിൽഗ്രിമേജ് പോലെ പോകേണ്ട സ്ഥലമായി ഇത് കാണുന്നതാണ്. ഇത്രയും 2-3 മില്യൺ ആൾക്കാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന ഒരു സ്ഥലമായത് കൊണ്ടുള്ള അതിനകത്ത് അവർ ജീവിച്ചത് എങ്ങനെയാണെന്നും അവർ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പല കാര്യങ്ങളും വെച്ചൊക്കെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോലും ഈ പറഞ്ഞ ആ ഓസ്ട്രിഷ്യൻ്റെ ബെർക്കന്യൂവിലെ ക്യാമ്പിലേക്ക് പോകും. പുതിയ ക്യാമ്പാണ് ബെർക്കന്യൂ എന്ന് പറയുന്നത്. ബെർക്കന്യൂവിലെ ക്യാമ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 5 കിലോമീറ്റർ പുറകിലാണ് ഈ ഗ്യാസ് ചേമ്പറും ക്രമറ്റോറിയും ഒക്കെ ഉള്ളത്. ആരും കാണത്തില്ല. വളരെ രഹസ്യമായിട്ട് അവിടെ നടന്നു നിൽക്കുന്ന കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടുമില്ല. വളരെ രഹസ്യമായി നടക്കുന്ന ഈ പറഞ്ഞ ട്രെയിൻ നേരെ വന്ന് അങ്ങേറ്റത്ത് നിൽക്കുന്നു. അതിനകത്ത് കയറി അതിനകത്ത് ആൾക്കാർ കൂട്ടമായി ഇറങ്ങിയിട്ട് നേരെ തുണിയൊക്കെ ഉരിഞ്ഞ് കളഞ്ഞിട്ട് അവർ നേരെ ഗ്യാസ് ചേമ്പറിൽ കയറ്റുന്നു. അവർ ഈ പറഞ്ഞ മരിച്ചു കഴിഞ്ഞ ഉടനെ ക്രമറ്റോറത്തിൽ കയറ്റുന്നു. ക്രമറ്റോറത്ത് കത്തിച്ചിട്ട് ചാരം അപ്പുറത്ത് പുഴയെ കൊണ്ട് തള്ളുന്നു. ഇല്ല, വളരെ കൃത്യമായി നടക്കും. ഒരാളും അറിയാതെ രഹസ്യമായി നടക്കുന്ന സംഭവമാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇത് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ട് ഒരു പകൽ വെളിച്ചത്തിൽ നടക്കുന്നതാണ്. നമ്മളെല്ലാവരും ഈ പറയുന്ന ഒരു ടി വിയിൽ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ കഴിഞ്ഞ ഗസ ഇഷ്യൂ നടക്കുന്ന നമ്മൾ അവസാനിക്കുന്നതിന് മുന്നേ ഗസ വലിയ തോതിൽ ആക്രമണം ഇസ്രായേൽ നടക്കുന്ന സമയത്തിനിടയിൽ തന്നെ ഡോക്ടർമാർ ആക്രമിക്കുന്ന ഒരുപാട് സംഭവങ്ങളായിട്ട് അവസാനം ഇത് നിർത്തിവെക്കാനായിട്ട് അവിടെയുള്ള ആരോഗ്യ സേവനങ്ങൾ നിർത്തിവെക്കുന്നുള്ളൊരു വാർത്തയും കൂടി കേട്ടിരുന്നു. മറ്റ് യുദ്ധരംഗങ്ങളിൽ ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ? മറ്റ് ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇതുപോലെ നാറ്റോയുടെ ആക്രമണത്തിൽ ഹോസ്പിറ്റൽ കുണ്ടൂസ് സ്ഥലത്ത് ഉണ്ടായിരുന്നു. റഷ്യയിൽ ഞാനിപ്പോൾ ഉക്രൈനിൽ പോയപ്പോൾ തന്നെ 2-3 സ്ഥലത്തും ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതല്ല, ഹോസ്പിറ്റലിലേക്കുള്ള വെള്ളം ഇല്ലെങ്കിൽ പവർ സപ്ലൈ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അടച്ചുപൂട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യമില്ല. കാരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഹോസ്പിറ്റൽസ്. കറണ്ട് ഇല്ലെങ്കിൽ പോവും, വെള്ളമില്ലെങ്കിൽ പോവും, ഗ്യാസ് ഇല്ലെങ്കിൽ പോവും, ഈ പറയുന്ന എന്താ പറയുന്നത് മരുന്നില്ലെങ്കിൽ പോവും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മൊത്തം കൊളാപ്സ് ചെയ്യും. ഇപ്പോൾ എല്ലാ സിസ്റ്റവും ഒക്കെ വർക്കിംഗ് മാത്രമേ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യൂ. അപ്പോൾ അവിടെയും ഈ പറയുന്ന ഹോസ്പിറ്റൽസിന് ടാർഗറ്റ് ചെയ്യുന്ന അപ്പുറത്തേക്ക് ഇങ്ങനെ അതിന് ചുറ്റുമുള്ള സംഭവം ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹോസ്പിറ്റൽസിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും അറിയിക്കുന്നുണ്ട്. ഡോക്ടർമാരെ ടാർഗറ്റ് ചെയ്യും. ഡോക്ടർമാരെ മാത്രമല്ല, ആരോഗ്യ പ്രവർത്തനം മുഴുവൻ ആ ഹോസ്പിറ്റലിലെ മുഴുവൻ രോഗികളെയും. ഞാനിപ്പോൾ നാസറിൽ ഉള്ളപ്പോൾ തന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് 3 പ്രാവശ്യം ബോംബ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ് ബോംബ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ മരിച്ചിട്ടുണ്ട്.
ഈ പറഞ്ഞ ഈ ബോംബിങ് ഡബിൾ ടാപ്പ്. അതായത് ഒരു പ്രാവശ്യം ബോംബിടുന്നു, മിസൈൽ ഇടുന്നു, അതിന് പുറത്ത് 5-10 മിനിറ്റ് കഴിയുമ്പോൾ അതേ സ്ഥലത്ത് സെയിം സ്പോട്ടിൽ അടുത്ത മിസൈൽ വരും, അതേ ട്രാക്കിൽ. അപ്പോൾ ഈ പറഞ്ഞ ഹോസ്പിറ്റലാകുമ്പോൾ ഹോസ്പിറ്റലിൽ ജീവനക്കാർ ഒരു 10-20 വലിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടി അവരെ രക്ഷിക്കാൻ നോക്കില്ലേ, ആ രക്ഷിക്കാൻ നോക്കി 50 പേര് വീണ്ടും മരിച്ചു. അങ്ങനെ ഈ പറയുന്ന എന്നിട്ട് അവർ ഇതൊന്നും ഒരു ക്ഷമാപണമോ അങ്ങനെ സംഭവമൊന്നും ഇല്ല. ഇതൊരു എൻക്വയറി നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചോദിക്കാനും പറഞ്ഞ രണ്ടാമത്തെ നമ്മൾ ഈ പറഞ്ഞ ഈ ജനോസൈഡിൻ്റെ ഒരു രണ്ടാമത്തെ പ്രത്യേകത തന്നെയാണ്. ഇത് ചോദിക്കാനും പറയാനില്ല. മറ്റത് നമ്മൾ എല്ലാ ജനോസൈഡിലും ഇപ്പോൾ റുവാണ്ടൻ ജനോസൈഡിൽ ഫ്രഞ്ച് ആർമി വരുമ്പോൾ അത് നിർത്തുന്നുണ്ട്. ഇവിടെ അതൊന്നുമില്ല. അർമേനിയയിലാണെങ്കിൽ ഈ പറഞ്ഞ റഷ്യൻ ആർമി വരുമ്പോൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിൽ ഈ പറയുന്ന 2 സൈഡിൽ നിന്ന് ആർമി വരുമ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല നിൽക്കാൻ ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത് ഇടപെടാനായിട്ടുള്ള ഒരു ആർജവം, അല്ലെങ്കിൽ അതൊരു ശരിയല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറയാനുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ല. ആരും അത് പറയുന്നില്ല. ഇങ്ങനെ സംഭവം നടന്നിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഈ പറയുന്ന ഒരു ഇടപെടലില്ലാതിരിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, വാസ്തവത്തിൽ ഇതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായി മാറി. വലിയൊരു ഈ ഗസ എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മളൊരു ചെറിയ സ്ഥലത്തേക്ക് മാത്രമായിട്ട് ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്തു. പെരിഫറിയിൽ നിന്ന് പുഷ് ചെയ്ത് വന്നിട്ട് ഡിസ്പ്ലേസ്ഡ് ആവുന്നതാണ്. അവർ ഇപ്പോൾ നേരത്തെ ഒരു 100 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതി, ഏറിയൽ 5 കിലോമീറ്റർ വീതിയുള്ള സ്ഥലത്താണ് ഈ 21 ലക്ഷം പേര് താമസിക്കുന്നത്. തിക്ലി പോപ്പുലേറ്റഡ് ആണ്. അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റൂല. കടലിൽ പോയാൽ മീൻ പിടിക്കാൻ, കുളിക്കാൻ പോയാൽ വെടിവെക്കും. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എല്ലാ സൈഡിലും ഇസ്രയേലാണ്. ഒരു റെഡ് സോണിൽ കൂടെ അല്ലാണ്ട് ഇവർക്ക് പോകാൻ പറ്റും. റെഡ് സോണിൽ പോയാൽ വെടിവെപ്പ് ഉറപ്പാണ്. ഒരിടത്തും നീങ്ങാൻ പറ്റത്തില്ല. ടോട്ടലി ഈ പറഞ്ഞ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനകത്ത് ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, ബോംബിട്ട്, മരുന്നില്ലാതെ, ആശുപത്രി ഇല്ലാതെ. ഗസ തന്നെ വലിയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്. ഇവിടെയാണെങ്കിൽ ചെറിയൊരു വട്ടത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആണെങ്കിൽ ഇത് വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു യുദ്ധമൊക്കെ ഉണ്ടായാൽ വാസ്തവത്തിൽ അങ്ങനെ ആരും ഈ പറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് ഒന്നും നോക്കുകയൊന്നുമില്ല. ഇപ്പം ഇതൊരു ഈ യുദ്ധത്തിനകത്ത് നോക്കുമ്പോൾ, ഈ യുദ്ധത്തിൽ ഈ പറഞ്ഞ ഒരു ജനോസൈഡിൽ നോക്കുമ്പോൾ ആരൊക്കെ ഏത് സൈഡായിരുന്നു എന്നുള്ളത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇൻവേരിയബിളി എല്ലാ നേഷൻ സ്ട്രക്ചേഴ്സും ഈ രാഷ്ട്രങ്ങളെന്ന് പറയുന്ന സംവിധാനം മുഴുവൻ ഇസ്രയേലിന് കൊടുത്തിട്ടുള്ളൂ. ഇതൊരു ഇതായിട്ട് പോലും ഇത് പറഞ്ഞാൽ ഒരു ജനോസൈഡാണെന്ന് UN പ്രഖ്യാപിച്ചതിന് ശേഷം പോലും 50ഓളം രാഷ്ട്രങ്ങളാണ് ഇസ്രയേലിന് ആയുധം കൊടുത്ത് സഹായിച്ചിട്ടുള്ളത്, ഫ്യൂവല് കൊടുത്ത് സഹായിച്ചിട്ടുള്ളത്. ഇന്ത്യ അടക്കം ഫ്യൂവല് കൊടുത്ത് സഹായിച്ചിട്ടുള്ളത്. ഫ്യൂവല് അത് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ പറഞ്ഞ ഇവരെ ഇങ്ങനെ ഓരോ മിനിറ്റിനും ബ്രദേഴ്സ് വിളിക്കുന്ന സൗദി അറേബ്യയും UAEയും ഒമാനും ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇത് കൊടുക്കുന്നതിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്നവർ തന്നെയാണ്. ആയുധങ്ങളെല്ലാം വരുന്നത് ഇവരുടെ പോർട്ടിൽ കൂടെ തന്നെയാണ് വരുന്നത്. ഈജിപ്തിൻ്റെ പോർട്ടിലും സൗദിയുടെ പോർട്ടിലും ഒക്കെ തന്നെയാണ് വരുന്നത്. ഈ പറഞ്ഞ അവിടെ വലിയ ജനാധിപത്യമൊന്നും ഇല്ല. പറഞ്ഞ ഭരണാധികാരികൾ തീരുമാനിക്കുന്ന മാത്രമേ നടക്കുകയുള്ളൂ. ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഈ പറഞ്ഞ ജനാധിപത്യപരമായി ഇലക്ട് ചെയ്യപ്പെട്ട ഗവൺമെന്റ് സ്ഥലങ്ങളിൽ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പദ്ധതി വാസ്തവത്തിൽ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് ഈ അധികാരം കവർന്നെടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജനങ്ങളും അങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് തോന്നുന്നത്. ഒരു ഭയങ്കരമായ വാഗ്ദാനങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ പോലും അത് നടക്കില്ലെന്ന് അറിഞ്ഞാൽ പോലും അത് ഭയങ്കരമായൊരു കൊള്ളുമേർ കൊള്ളുകയും അത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവർ കുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാട്. അത് കഴിഞ്ഞിട്ട് നടപ്പിലാക്കാതിരിക്കുമ്പോൾ അടുത്ത വാഗ്ദാനങ്ങൾ വരുമ്പോൾ നടപ്പിലാക്കിയ ചിന്ത പോലും ഇല്ലാതെ വീണ്ടും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന. ഈ ഗസയിൽ ഞാനിപ്പോൾ അവർ ഇതിനിടയിലും അവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. വിവാഹം കഴിക്കുന്നു. ഒരു പടം കണ്ടു ഞാൻ. അതിൽ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു ജനതയുടെ നേരത്തെ നമ്മൾ ഉക്രൈനിലെ കാര്യം എടുത്ത് പറയുമ്പോൾ ആൾക്കാർ മുഴുവൻ സ്ത്രീകളും കുട്ടികളും അടക്കം സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാ യുദ്ധത്തിനകത്തുമുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ ജീവിക്കുക എന്നുള്ളതാണ്. അടുത്ത തലമുറയെ ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടൊരു കൺസേൺ ഉള്ള സംഭവമാണ്.
അങ്ങനെ ഉണ്ടാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട കൺസേൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ അവരുടെ ഭർത്താക്കന്മാരെ എല്ലാവരും കളഞ്ഞിട്ട് തന്നെയാണ് ഈ സ്ത്രീകളും കുട്ടികളും കൂടി യൂറോപ്പിലേക്ക് പോകുന്നത്. യൂറോപ്പിൽ പോയി താമസിക്കുമ്പോൾ അവർ നിലയൊന്നും മെച്ചമൊന്നുമല്ല. വളരെ മോശപ്പെട്ട ജോലിയും പ്രോസ്റ്റിറ്റ്യൂഷനും ഈ പറഞ്ഞ നൈറ്റ് ക്ലബ്സിലെ ജോലിയും ഒക്കെ തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. വളരെ മോശപ്പെട്ട ജോലിയും വളരെ കുറഞ്ഞ ശമ്പളമൊക്കെ. പക്ഷേ എന്നാലും ഈ ജീവിക്കാലോ എന്ന് പറയുന്ന ഒരു സംഭവം ആണ്. അപ്പോൾ ഇവിടെയും ആൾക്കാർക്ക് പുറത്തു പോകാനൊക്കെ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും പറയും, സ്ത്രീകളും മിക്കവാറും പറയുന്നത് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. പക്ഷേ പുരുഷന്മാരുടെ കുറവിൽ അങ്ങനെയല്ല. എൻ്റെ മണ്ണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്ന ഒരു വികാരം ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ട് വാസ്തവത്തിൽ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവരുടെ പിറകെ നിൽക്കുന്ന സ്ത്രീകളും ഉണ്ട്, അവരെ ആ കുടുങ്ങി പോകുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതൊരു വിവാഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം 20 കല്യാണമൊക്കെ നടക്കും. അപ്പോൾ കുട്ടികൾ ജനിക്കുന്നത്, അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ വേറെ മാർഗമില്ല. മരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളെ ഉണ്ടാക്കുക ഒരു സ്പീഷീസിൻ്റെ നിലനിൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ജനറ്റിക്കലി അണ്ടർപിൻ ചെയ്ത സാധനമാണ്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബോധ നിലവാരത്തിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നതാണ്. നമ്മൾ പോസിബിളി നമ്മളിതൊക്കെ കോൺട്രാസെപ്ഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും അത് ഓവർകം ചെയ്യുന്നതും അത് നിൽക്കുന്നതും ഒരു സ്പീഷീസ് നിലനിൽക്കുന്നതും ഒക്കെ വളരെ ജനറ്റിക്കലായിട്ട് അണ്ടർപിന്നിങ് ഉള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് മാത്രമാണല്ലോ ഇതിനെക്കുറിച്ച് ഈ പ്രക്രിയയെക്കുറിച്ചൊക്കെ ഒരു ബോധമുള്ളത്. ബാക്കി സ്പീഷീസിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആ സ്പീഷീസ് നിൽക്കുന്നത് ഇതൊക്കെ അതിന് അന്തർലീനമായിട്ട് അതിനകത്ത് ഈ ജനറ്റിക് അണ്ടർപിന്നിങ് ഉള്ളത് അത് എന്തായാലും ആക്ട് ചെയ്യും. അപ്പോൾ കുട്ടികളെ അത്രയും ദുരിതത്തിനിടയിലും കുട്ടികളെ ഉണ്ടാക്കുകയും കുട്ടികളെ വളർത്തുകയും അതിന് ഒരു ഈ പറഞ്ഞ സ്പീഷീസ് ഓരോ മനുഷ്യനകത്തും ഈ അണ്ടർപിന്നിങ് ഉണ്ട്. അത് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ഒരു സ്പീഷീസിൻ്റെ ഒരു ഈ പറഞ്ഞ നിലനിൽപ്പുമായിട്ടുള്ള സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനകത്തൊരു ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സന്തോഷം ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇത് ഈ കുട്ടികളുണ്ടാക്കുന്ന നമ്മൾ ആ പ്രക്രിയ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ക്യാമ്പിന് ഒരു ടെന്റിനകത്ത് 20-30 പേരുള്ള സംഭവത്തിനകത്തൊക്കെ ഒരു പ്രൈവസി എന്ന് പറയുന്നതൊന്നും ഇല്ല. ഇപ്പോൾ പലപ്പോഴും ഒക്കെ ബാക്കി എല്ലാ ആൾക്കാരും ഒക്കെ പോയി അവർ മനഃപൂർവ്വം മാറി നിന്നിട്ടൊക്കെയാണ് ഒരു സമൂഹം മൊത്തമായിട്ട് അതിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്ത് നിന്നിട്ടൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നത്. അത് പ്രസവം നടക്കുന്നുണ്ട്, കുട്ടികൾ 50% മരിക്കുന്നുണ്ട്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി 50% ആണ്. ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. എന്നാലും പോലും അതിനെ അപ്പുറത്തേക്ക് നിർത്താനായിട്ടുള്ള ഒരു ശ്രമം ഒരു സ്പീഷീസ് എന്നില്ല. അവരെന്ന് പറയുന്നില്ല, ഞാനെന്ന് പറയുന്നത് ഞാനും നിങ്ങളടക്കമുള്ള അവരുമുള്ള ഒരു സ്പീഷീസിന്റെ ഭാഗത്ത് നമ്മളും അങ്ങനെയൊക്കെ ചെയ്യും. നമ്മളിത് ഒരു വിഭാഗത്തിന്റെ പ്രത്യേകത ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മളും ഈ പറഞ്ഞ എത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ പീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുണ്ടായപ്പോഴും ഇവിടുന്ന് എല്ലാവരും ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇൻസ്റ്റിങ്ച്വൽ സംഭവം അവനെ കൊല്ലണം, അടിക്കണം, ഇടിക്കണം, തട്ടണം എന്നാണ്. അപ്പം അതിനു മുമ്പ് ഈ സിസ്റ്റം കൊളാപ്സ് ഉണ്ടാവുമെന്നും അതിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ടാവുമെന്നും അത് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ മരിക്കുമെന്നൊക്കെയുള്ള ദുരിതം ഉണ്ടാവുമെന്നൊക്കെ ഒരു ധാരണയും ആർക്കുണ്ടാവില്ല. അപ്പുറത്തും ഉണ്ടാവില്ല, ഇപ്പുറത്തും ഉണ്ടാവില്ല. ഒരു പക്ഷേ ഇത് കാണുമ്പോൾ മേ ബി എനിക്ക് തോന്നുന്ന ഒരു യുദ്ധങ്ങൾ ഒരു സൈക്ലിക്കലായിട്ട് വരുന്ന സംഭവം അതൊന്നും തന്നെ ഇതുകൊണ്ടാണ്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഒരു സമൂഹം മൊത്തമായിട്ട് അങ്ങ് ഒരു ഞെട്ടൽ പോലെ പിടിക്കുന്നത്. ആ സെക്കൻഡ് വേൾഡ് വാറിൽ ഇങ്ങനെ ഞെട്ടൽ പോലെയാണ് എല്ലാ ജനങ്ങളും ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് പഠിക്കുന്നതിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു കൊഹറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അവരുടെ ഹിസ്റ്ററിയും അവരുടെ ജീവിതമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയും. ഈ തലമുറകൾ മാറുമ്പോൾ ഈ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഇൻസ്റ്റിങ്ച്വലായിട്ടുള്ള ഈ പറയുന്ന ഫൈറ്റിംഗ് മോഡിലേക്ക് വീണ്ടും നമ്മൾ ട്യൂൺ ചെയ്യും. അപ്പോൾ പുതിയ തലമുറകൾക്ക് വരുന്ന അവർക്ക് ഇങ്ങനെ ഈ യുദ്ധത്തിൻ്റെ ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ട് ഈ ജയിക്കുക തോക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാവരും തോക്കുന്നതാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളിത് കഴിയുന്നിടത്തോളം ഈ റീഇൻഫോഴ്സ് ചെയ്യേണ്ടതുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. ഇതൊരു സംഭവം അറ്റ്ലീസ്റ്റ് നടക്കുന്ന കണ്ടംപററി ആയിട്ടുള്ള സ്ഥലത്തു നിന്നെങ്കിലുമൊക്കെ നമ്മളിത് റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്. ഇത്ര നേരം നമ്മളോട് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന അനുഭവങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപക്ഷെ ഇതുപോലുള്ള
ഇതുപോലെ യുദ്ധരംഗങ്ങളിലേക്ക് അല്ലെങ്കിൽ വംശഹത്യാ മുനമ്പുകളിലേക്കാണോ ഡോക്ടർ ഇനിയും പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ സേവനം അനുഷ്ഠിക്കാൻ പോകുന്നത്? വലിയൊരു അനുഭവ ലോകമാണ് അത്. ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. കൂടുതൽ കൂടുതൽ ആളുകൾ അതിലേക്ക് തിരിച്ചറിവിലേക്ക് വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മളോടൊപ്പം ഈ സമയം ചെലവഴിച്ചതിൽ സന്തോഷം.